ഹായ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷ്രിമ്പിൻ്റെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഒരു പ്രീമിയം ലെവൽ ഷ്രിമ്പിന് എടുത്തിട്ടുണ്ട്, നമ്മൾ ചെന്നൈയിൽ നിന്ന് എടുത്തത്. അപ്പോൾ നമ്മൾ അതിൽ പ്ലാന്റും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഷ്രിമ്പിനടിച്ച് കുറച്ച് ദിവസമായി. അപ്പം ചെന്നൈയിൽ നിന്ന് നമ്മൾ കൊറിയർ ഏൽപ്പിച്ചാണ്. അപ്പം ഇതുണ്ടോ ലൈറ്റെല്ലാം വെച്ച് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഷ്രിമ്പിനെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതാണെന്ന്. അപ്പോൾ ഇവിടെ തൊട്ട് ഞാൻ ടേക്ക് ഓവർ ചെയ്യുന്നത് ഇത് കരഡീന ഷ്രിമ്പ് പറഞ്ഞ ടൈപ്പിൽ റെഡ് ഗാലക്സി എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇതിപ്പോൾ ഒരു 10 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായി പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അക്വേറിയമാണ്. ഇതിൽ അക്വാ സോയിലാണ് യൂസ് ചെയ്തിട്ടില്ലേ, മാസ്റ്റേഴ്സിൻ്റെ അക്വാ സോയിലാണ് യൂസ് ചെയ്തിട്ടില്ലേ. പിന്നെ ഇതിലിപ്പോൾ ഒരു 6-7 ടൈപ്പ് പ്ലാന്റ്സും കൂടി ഉണ്ട്. ഇതിപ്പോൾ സെറ്റിലാവാൻ കുറച്ച് ദിവസം എടുത്തു. അപ്പോൾ ഇതിലിപ്പോൾ ജാവ ഫേൺ ഉണ്ട്, അനൂബിയാസ് ഉണ്ട്, കോയിൻ ലീഫ്, പിന്നെ പീലിയ മോസ് ഉണ്ട്, റോട്ടല്ല ബ്ലഡ് റെഡ് ഉണ്ട്, പിന്നെ അതുപോലെ നോർമൽ മോസ് ഉണ്ട്, അങ്ങനെ ഫിസിഡിയൻ മോസ്, അങ്ങനെ കുറച്ച് ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ. പിന്നെ ഷ്രിമ്പിനെ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് അവിടെ ഇവിടെ ഒളിച്ചിരുന്നിട്ടുണ്ടാവും. ഇപ്പം അപ്പോൾ ഈ ടാങ്ക് ഇപ്പം എങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല വെച്ചാൽ, ഡയറക്റ്റ് ഞാൻ ഷ്രിമ്പിനെ കൊണ്ടുവന്നപാടും ടാങ്ക് സെറ്റ് ചെയ്തതല്ല. ഞാൻ കൊണ്ടുവരുന്നതിനും കുറച്ച് നാളുകൾ മുന്നേ, ശരിക്കും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം മുന്നേ ടാങ്ക് സൈക്കിൾ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. കുറച്ച് പാവിയും അതുപോലെയുള്ള കാര്യങ്ങൾ സെറ്റായിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ ചെയ്തിട്ടില്ല, അക്വേറിയം സോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അക്വ സോയിൽ ഇതിൽ യൂസ് ചെയ്തിട്ടില്ലേ. അത് അത്യാവശ്യം ന്യൂട്രിയൻ്റ് റിച്ച് ആയതുകൊണ്ട് ചെടികൾക്ക് ഗ്രോത്തിനും അതുപോലെ എല്ലാത്തിനും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ അക്വ സോയിൽ യൂസ് ചെയ്താൽ pH ഒന്ന് ചെറുതായിട്ട് ഡ്രോപ്പായിട്ട് വരും. ഇപ്പം ഷ്രിമ്പിന് വേണ്ടുന്ന ഐഡിയൽ pH വെച്ചാൽ ഒരു 5.8 ടു 6.2 ആ ഒരു റേഞ്ചാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറഞ്ഞത്. കൂടുതലായാൽ അത്ര നല്ലതായിരിക്കില്ല. പിന്നെ അതുപോലെ TDS വാല്യൂ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ TDS മീറ്ററും pH മീറ്ററൊക്കെ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനായിട്ട് വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് സ്റ്റേബിളായ ടൈമാണ് ഞാൻ ഓർഡർ ചെയ്ത് സാധനം എത്തിയത്. പിന്നെ ഷ്രിമ്പ് കാണിച്ചു തരാം. കുറച്ച് ഒളിച്ച് നിൽക്കും, അവർ സെറ്റിലായി വന്നേ അത്ര, ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ എടുത്തിട്ട്. ഇതിപ്പോൾ ഇതെങ്ങനെ കറക്റ്റ് സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ, ബാക്ടീരിയ കൾച്ചർ പൗഡർ കിട്ടും ഇപ്പം. അപ്പം ബാക്ടീരിയ കൾച്ചറിലെ പൗഡർ ഞാൻ വാങ്ങിയിട്ടുണ്ടായി ഓൾറെഡി. അത് വെള്ളത്തിലിട്ട് സ്പോഞ്ച് ഫിൽറ്റർ യൂസ് ചെയ്ത് എയറേഷൻ അത്യാവശ്യം കുറച്ച് ദിവസം കൊടുത്തു. അപ്പോൾ ബാക്ടീരിയ കൾച്ചറിലൊന്ന് ഫോം ചെയ്ത് വാട്ടറൊക്കെ ഒന്ന് സ്റ്റേബിളായി വന്നു. അതിനുശേഷം നമ്മൾ ഷ്രിമ്പിനെ വാങ്ങി അതിനെ മെല്ലെ അക്ലിമേറ്റ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്തത്. അപ്പോൾ ഇതിലിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു സ്പോഞ്ച് ഫിൽറ്റർ മാത്രമാണ്. സ്പോഞ്ച് ഫിൽറ്റർ ഒരു എയർ പമ്പിന് കണക്ട് ചെയ്തിട്ടില്ലേ. പുറത്തിന് അത്ര ഹെവി ഫ്ലോ ഒന്നും വെച്ചിട്ടില്ല, ഒരു മീഡിയം ഫ്ലോ ഉള്ളൂ. പിന്നെ ലൈറ്റ് വെച്ചിട്ടുണ്ട്, WRGB സ്പെക്ട്രമുള്ള ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിയോ ഹീലിയോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലൈറ്റ് ആഡ് ചെയ്തിട്ടില്ലേ. പിന്നെ ഇതിലൊരു ഒച്ചുണ്ട് എക്സ്ട്രാ, ഒരു ചുമ്മാ എക്സ്ട്രാ ഫുഡോ എന്തെങ്കിലും വന്നാൽ കഴിച്ചോട്ടെ വെച്ചിട്ട് ആഡ് ചെയ്തതാണ്. ഷ്രിമ്പ് ഇപ്പോൾ ഇതിൽ കാണിക്കാൻ കുറച്ച് പണിയായിരിക്കും, നോക്കട്ടെ. അവിടെ ഇവിടെയുള്ള ആയിട്ട് ഉണ്ടോ ഓരോന്ന്. ഓക്കെ, ഇത് റെഡ് ഗാലക്സി കരഡീന ഷ്രിമ്പാണ്. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ഷോപ്പിൽ കൂടുതലും കാണുന്നത് നിയോ കരഡീന പറഞ്ഞ വെറൈറ്റിയിലാണ്. നിയോ കരഡീന കുറച്ചുകൂടെ നമ്മളെ നാട്ടിലത്തെ ക്ലൈമറ്റിനും ടെമ്പറേച്ചറൊക്കെ പെട്ടെന്ന് സെറ്റായി വരുന്ന സാധനമാണ്. ഇവർ കുറച്ചും കൂടെ പണിയാണ് വളർത്താൻ. പോലെ തന്നെ ഇത് ഒരു പ്രീമിയം കാറ്റഗറി വരുന്ന ഷ്രിമ്പാണ്. നിയോ കരഡീന മാക്സിമം പെർ പീസ് 100 അത്രേ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. കരഡീന വെറൈറ്റി ആയതുകൊണ്ട് കുറച്ചും കൂടെ വളർത്താൻ പണിയാണ്. പോലെ തന്നെ ഇതിന് ടെമ്പറേച്ചർ വേണ്ടത് 25 ഡിഗ്രി ടു 26 മാക്സിമം. ഇവിടെ നാട്ടിലിപ്പോൾ ടെമ്പറേച്ചർ വെച്ചാൽ അതിനേക്കാൾ കൂടുതലുണ്ടാവും വെള്ളത്തിൽ. പക്ഷേ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 2.5 കൊല്ലം ടു 3 കൊല്ലമാണ് നോർമലി ഉണ്ടാവുക മാക്സിമം. പക്ഷേ അത്ര നിൽക്കുമെന്ന് അറിയില്ല, നോക്കാം എന്തായാലും. വാട്ടർ കണ്ടീഷനും എല്ലാം നല്ലതായാൽ മാത്രമേ അടിപൊളിയായിട്ട് ഉണ്ടാവും. എറിഞ്ഞാൽ ഭ്രാന്താന്ന് പറയും, പക്ഷേ ഒരു തരത്തിലുള്ള ഭ്രാന്ത് തന്നെ എന്ന് പറയാം. പിന്നെ ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ടെമ്പറേച്ചർ മാക്സിമം 26-27 വരെ പോകുന്നില്ലൂ. പക്ഷേ ഇനിയിപ്പോൾ അത് കൂടാൻ തുടങ്ങിയാൽ പണിയാവും. അപ്പം അകത്ത് വെക്കേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും.
ഗൈസ് അപ്പോൾ നമ്മളെ ഷ്രിമ്പിന് നമ്മൾ ഒരു നേരം ഫുഡ് കൊടുക്കാറുള്ളൂ. അപ്പം ഇപ്പം ഫീഡിങ് ടൈമല്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒളിച്ച് നിൽക്കുന്നത്. ഓക്കെ, സോ നമ്മളെ അക്വേറിയം ഓവറോൾ കാണാൻ നല്ലൊരു ലുക്കായി വരുന്നുണ്ട്. ഇനിയും പ്ലാൻസ് ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, പ്ലാൻസ് ഇത്രയേ ഉള്ളൂ. ഷ്രിമ്പിനും എല്ലാം അവർ തന്നെ എണ്ണം കൂടുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇത് ഈ സൈസിൽ വളരൂ? കുറച്ച് ഒരു 1-2 മാസത്തിനുള്ളിൽ അത് അഡൾട്ട് ആവും. പിന്നെ ബ്രീഡ് ചെയ്ത് ആയാൽ സന്തോഷം. ബ്രീഡ് ചെയ്യാൻ പറ്റും നല്ല വൃത്തി. അതിനുള്ള സെറ്റപ്പ് ആക്കി അപ്പം നീ നാട്ടിലുണ്ടാവണല്ലോ ഇവിടെ? ശാന്തന്മാരാ പൊതുവെ. മീനിനെ ആഡ് ചെയ്യാം, ചെറിയ മീനെ. പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം ഇത് അവരെ ഒരു കോളനി പോലെ തന്നെ അവർ ഫുള്ള് ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇത് ഇലയിൽ നിൽക്കുന്ന എന്താ സംഭവം? ആ ഫുഡ് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് വിചാരിച്ചാൽ അവരതിലുള്ള മൈക്രോ ഓർഗാനിസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും. പിന്നെ ഞാൻ ബാക്ടീരിയ കൾച്ചർ ഇതിൽ ഒഴിച്ചിട്ടുണ്ടായി കുറച്ച് നേരത്തെ. അപ്പോൾ ചിലപ്പോൾ അത് സെറ്റായിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവും അവർ കഴിക്കാൻ കണ്ടിന്യൂസ്ലി. പിന്നെ ബയോഫിലിം എന്ന് പറയും, ഈ ചെടീൻ്റെ ഒക്കെ മുകളിലുണ്ടാവും മോശം ചെറിയ 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 പ്രാണികൾ പോലെ അല്ലേ? അതിൻ്റെ ഡെഡ് ആയിട്ടുള്ള സാധനങ്ങളും അതുപോലെ അതല്ലേ ഇത് ഇവർ തിന്നുമല്ലേ? അതെല്ലാം ഇവർ തിന്നും. അതുകൊണ്ട് തന്നെ ഫുഡ് അത്ര കുറച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ എണ്ണം കൂടുമ്പോൾ എന്തായാലും അവർ ഫുള്ള് പെട്ടെന്ന് തിന്ന് തീർക്കും. അപ്പം എക്സ്ട്രാ ഫുഡ് നല്ലോണം കൊടുക്കേണ്ടി വരും. നല്ലോണം എന്ന് വെച്ചാൽ 2-3 തീറ്റ. ഇപ്പോൾ ഒരു തീറ്റ വെച്ച് കൊടുക്കാനാന്ന് വിചാരിക്കുന്നത്, കാരണം അതിൽ തന്നെ ഫുഡ് ഉണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. സോ ബൈ.